കമേഴ്ഷ്യൽ സിനിമ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം അതൊരു കച്ചവടമാണ്, ബിസിനസ്സാണ്. വലിയ വലിയ സിനിമാ താരങ്ങളുണ്ട്, അതിനകത്ത് വിൽക്കാൻ പോകുന്ന സിനിമയാണ്. സ്റ്റാർസ് ഉണ്ടാവും, സ്റ്റാർസിനൊക്കെ കാശ് കൊടുക്കും, നമുക്ക് കാശ് തരണം, അത്രേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. അത് നമ്മുടെ തൊഴിൽ, അത് ചെയ്യുക, അത് തൊഴിൽ ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുന്നത് കൊണ്ട്, കമേഴ്ഷ്യൽ സിനിമ കൊണ്ടാണ് സാമ്പത്തികമായി ജീവിച്ചു പോകുന്നത്. മറ്റു സിനിമ ഇങ്ങനെ ആ രീതിയിൽ സംതൃപ്തി വേറെ. അതെ, സംതൃപ്തിയോടുകൂടി ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം. അല്ല, കമേഴ്ഷ്യൽ സിനിമയിൽ സംതൃപ്തി ഉണ്ട് തീർച്ചയായും. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു എന്താ നമ്മളൊരു ജീവിത വീക്ഷണം എങ്ങനെയാണ്, ഒരു ഇതില്ലേ, നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ ആത്മാർത്ഥത്തോടെ ചെയ്യണം. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത്തോടെ ചെയ്യാത്ത അത് അതിനോട് ഐഡിയോളജിക്കലി അതുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അത് ഞാൻ എൻ്റെ 100% എല്ലാ സിനിമയിലിടും. അത് പിന്നെ ഡോണിലായാലും അതുപോലെ തന്നെയാണ്, മിസ് ലവ്ലി തന്നെ. പക്ഷെ മിസ് ലവ്ലിയാണ് പിന്നെ എനിക്ക് എനിക്ക് മനസ്സിന് സിനിമ മിസ് ലവ്ലി. പക്ഷെ അതുകൊണ്ട് ഡോണിനെ ഞാൻ ഒരിക്കലും മോശമായിട്ട് കാണില്ല. ഡോണിൽ നല്ല ഞാൻ ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്. ഡോൺ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ചെയ്തത്, എൻ്റെ വർക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് രണ്ടും ഞാൻ കാണുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ഒരു ചെറിയ ശതമാനം, ഒരു പൊടി കൂടുതൽ അങ്ങോട്ടാണ്, അത്രേ ഉള്ളൂ.